ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള ചോക്കോ ലാവ കേക്കാണ്. അവനിൽ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഇതുപോലത്തെ കുക്കിംഗ് ചോക്ലേറ്റ് ബാർസ് ആണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇത് കണ്ടോ, റോമ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ചോക്ലേറ്റ് ബാറാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണേലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മേടിക്കാം. പിന്നെ അതിന് പുറമെ നമുക്ക് വേണ്ടത് നമ്മുടെ സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള കാഡ്ബറി ഡയറി മിൽക്കാണ്. പിന്നെ ഇതുപോലത്തെ പാത്രങ്ങൾ, അതായത് ഇതിപ്പോൾ അലുമിനിയം ഫോയിലിൻ്റെ കപ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ അവനിൽ വെക്കാൻ പറ്റുന്ന ഏത് കപ്പാണോ അവൈലബിൾ ആയിട്ടുള്ള അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതിന് പുറമെ നമുക്ക് വേണ്ടത് കുറച്ച് ബട്ടർ വേണം, പൊടിച്ച പഞ്ചസാര, ഓൾ പർപ്പസ് ഫ്ലവർ, വെനില എസൻസ്, 2 മുട്ട, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്. അപ്പോൾ ആകെ ഇത്രേ ഉള്ളൂ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമ്മൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ അലുമിനിയം കപ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കി എടുക്കണം. ഓക്കെ, ദാറ്റ് വിൽ ബി ആ സ്റ്റെപ്പ് 1. എല്ലാ സൈഡിലും നല്ല വൃത്തിയായിട്ട് നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി എല്ലാ സൈഡിലൊക്കെ ആക്കിയിട്ട് തിരിച്ചതിലേക്ക് ഇടാം. ഇതുപോലെ നമ്മൾ എല്ലാ പാത്രവും കോട്ട് ചെയ്ത് വെക്കണം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. അതിൻ്റെ പുറത്ത് നമ്മളൊരു പാത്രം വെച്ചിട്ട് ഈ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഇല്ലേ, അതുപോലെ ആദ്യം നമുക്ക് ബട്ടർ ചൂടാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പുറമെ 1 കപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ കുക്കിംഗ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ ബട്ടറും ചോക്ലേറ്റും കൂടെ ഉരുക്കിയെടുക്കുകയാണ്. ഫ്ലെയിം കുറച്ച് വെച്ചാണ് ചോക്ലേറ്റ് ഉരുക്കിയെടുത്തത്. അപ്പം നല്ലതായിട്ട് ചോക്ലേറ്റ് ഉരുകി വന്നിട്ടുണ്ട്. അത്ര മതി. നമ്മൾ ഈ പാത്രം ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കണം. ഇപ്പം എടുത്ത് മാറ്റരുത്, അല്ലെങ്കിൽ ലംസ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി 3ാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ മുട്ട അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 2 മുട്ട ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് ഈ പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഒരു അരിപ്പ എടുത്തിട്ട് ഈ പൊടികളെല്ലാം അരിച്ചരിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടണം. ഇതിപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഓൾ പർപ്പസ് ഫ്ലവർ അരിച്ചിടുകയാണ്. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, അത്രേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ അരിച്ച് ഇതിൻ്റെ അകത്തേക്ക് ആക്കി. നമുക്കിത് ഇനി നല്ലോണം മിക്സ് ചെയ്യാം. ഞാനിതിൽ ഓൾ പർപ്പസ് ഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂണ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1 പിഞ്ച്, ഉപ്പ് 1 പിഞ്ച്, ആകെ ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് ഇട്ടിട്ട് കൊടുക്കുക. കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒറ്റയടിക്ക് ചോക്ലേറ്റിൻ്റെ മെൽട്ടായത് ഇതിൻ്റെ അകത്തേക്ക് ഇടരുത്, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരുന്ന അലൂമിനിയം കപ്പില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒരു 1/2 കപ്പേ ഫില്ല് ചെയ്യാവുള്ളൂ. എന്നാലേ നമ്മൾ അവനിൽ വെക്കുമ്പോൾ ഇത് റെഡിയായി വരാനുള്ള സ്പേസ് ഉണ്ടാവും. നമ്മൾ ഇതൊന്ന് തട്ടി വയ്ക്കണം, അകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്നാ ചെയ്യുക വെച്ചാൽ നമ്മുടെ ഡയറി മിൽക്ക് എടുക്കുക. ഡയറി മിൽക്ക് നടുക്കിട്ട് കൊടുക്കുക, ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റായ അവനിൽ നമ്മൾ ഇത് കൊണ്ടുവച്ചിട്ട് ബേക്ക് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് ഞങ്ങളത് വാച്ച് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിപ്പം
200 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഇത് വെക്കാണ്. നമ്മളിപ്പോൾ ഒരു 12 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട്. കേക്ക് ബേക്കായി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓഫാക്കി. ഇനി ഇത് ആരംഭം നമുക്ക് എടുക്കാം. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. നമുക്കിത് കമത്തിയിട്ട് നോക്കാം. നല്ല കറക്റ്റ് ഷേപ്പിൽ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ഷുഗർ പൗഡർ തൂളി കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ ലാവ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇനി പോയി ഇത് കഴിക്കാൻ പോവാണ്.